വേസ്റ്റ് കൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം. വേസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും വേസ്റ്റ് നമ്മളെ പുല്ല്, വൈക്കോല് അങ്ങനെയുള്ള സംഭവത്തിന് നമുക്ക് ഈ വേസ്റ്റിൽ നിന്ന് കിട്ടണം. ചാണം അങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് കിട്ടണം. മൂത്രം ചില സമയത്ത് ഓർഡർ ഉള്ളപ്പോൾ നമ്മൾ ശേഖരിക്കും. അപ്പോൾ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾക്കൊക്കെ അത് കൊടുത്താലും നമുക്ക് എന്തായാലും 10-300 രൂപ 250 രൂപ ഒക്കെ ബാക്കി വെക്കാൻ ഒരു പശു നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് ആവശ്യമുള്ളൂ. ശരിക്കും ഇതാണ് ആവശ്യം. ഇതിലുള്ള ഒരു കുറവ് വെച്ചാൽ ഓട്ടോമാറ്റിക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ട്. എല്ലാ ക്ഷീര കർഷകരുടെയും പൊതുവായൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഒരു പശുഫാം വിജയിപ്പിക്കുക എന്നത്. എന്നാൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പശുഫാം ലാഭകരമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറുള്ള അഷർഫിക്കയുടെ മിൽക്ക് കേന്ദ്ര എന്ന പശുഫാമിലാണ്. ഇക്കയുടെ പശുഫാം 100% വിജയത്തിലാണ്. അതിന് കാരണം പശു വാങ്ങുന്നത് മുതൽ ഗോമൂത്ര വിൽപ്പന വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പശുഫാമിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു പശുഫാമാണ് നമ്മളിത് കാണാൻ പോകുന്നത്. നേരെ കാഴ്ചകളിലേക്ക് പോകും. ഇക്ക നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇക്കയുടെ പേര് പറയാവോ? എന്റെ പേര് അഷ്റഫ് എന്നാണ്. എന്റെ വീട് ഇവിടെ അല്ല, വീട് കുറച്ചപ്പുറമാണ്. ഒരു ഏകദേശം ഒരു 35-40 കൊല്ലമായി ഞാൻ ഈ ഫീൽഡിൽ മാറാതെ തന്നെ ഉണ്ട്. ഞങ്ങൾ ആദ്യം തൃശ്ശൂരായിരുന്നു, ടൗണിലായിരുന്നു. തൃശ്ശൂർ കൊക്കാല വെളിന്നൂർ അമ്പലം എന്ന് പറയും, അവിടെ ആയിരുന്നു ഞങ്ങളെ ഫാം. പക്ഷെ ഇപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ മാറി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവിടെയും 10-40 പശുക്കൾ വരുമ്പോഴൊക്കെ ആയിട്ട് വളരെയധികം കാലം എന്റെ പിതാവ് തുടങ്ങി. നമുക്ക് എന്തായാലും പശുക്കളെ കാണാം. അപ്പൊ ഇതാണ് ഇക്കടെ പശുഫാം. ഇത്രയും പശുക്കൾ മാത്രമല്ല, അപ്പുറം നിപ്പുണ്ട്. ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇക്കൊക്കെ ഈ പശു വളർത്തൽ ലാഭകരമാണോ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ലാഭകരമാണ്. എങ്ങനെ അത് ലാഭകരമാക്കുന്നു? അല്ല, അതിന് പ്രത്യേക മാജിക് ഒന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട്, അതായത് നമ്മളിപ്പോ ഞാനിപ്പോ ഈ ഫാം ഞാൻ നടത്തുന്നു, നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ നിരീക്ഷണം ഉണ്ടാവുക. നമ്മളതിൽ ഏറ്റവും ചുരുക്കം ഞാൻ പറഞ്ഞു തരാം, പശുവിന്റെ കറവ് ടൈമിൽ നമ്മൾ ഉണ്ടാവുക. അതേപോലെ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവുക. ഒരു പശു തീറ്റ കഴിക്കാതെ വന്നാൽ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ബുദ്ധി അല്ലെങ്കിൽ ചെറിയൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ വലിയൊരു നഷ്ടം നമുക്ക് ഉണ്ടാവുക. കാരണം വെച്ചാൽ ഒരു പശു പല കാരണങ്ങൾ കൊണ്ട് തീറ്റ എടുക്കാതെ വരും. തീറ്റ മാറിയാൽ ചിലപ്പോൾ എടുക്കാതെ വരും. അകിട് വീക്കുണ്ടെങ്കിൽ എടുക്കാതെ വരും. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറഞ്ഞത്. കുളമ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എടുക്കാണ്ട് വരും, തൈലേറി ഉണ്ടെങ്കിൽ എടുക്കാതെ വരും. അപ്പോൾ ഒരു പശു ഫസ്റ്റ് ദിവസം തീറ്റ എടുക്കാതെ എന്താണെന്ന് നമ്മൾ തീറ്റ എടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഉടൻ അതിന് പ്രതിവിധി ചെയ്താൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ട് കാര്യമാണ് ഒരു ഫാമിന്റെ വിജയത്തിന്റെ രഹസ്യം. ഒന്ന്, അസുഖങ്ങൾ ഇല്ലാതിരിക്കുക. രണ്ടാമത്, കൃത്യമായി പശുക്കളൊക്കെ ചെന പിടിച്ച് കിട്ടുക. ഈ രണ്ട് കാര്യം ഉണ്ടായി തന്നെ ഫാം വിജയത്തിലായി. പാലിപ്പോ 10 ലിറ്റർ ഇപ്പോൾ എല്ലാവരും പറയും ഏറ്റവും എന്താ പറയാ ഹൈബ്രിഡ് പശുക്കൾ വേണം. 20 ലിറ്റർ പാലുള്ള പശുവിൽ നിന്ന് ഞാൻ ആ ഭക്ഷണത്തിനോട് യോജിക്കുന്നില്ല. കാരണം ആവറേജ് ഒരു 10 ലിറ്റർ പാല് കിട്ടും. 20 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഇന്നത്തെ സമയത്ത് 1.5 ലക്ഷം രൂപ പുറത്തു. 1 ലക്ഷം രൂപ പുറത്ത് എന്തായാലും പോകും. നമ്മൾക്ക് അതിൽ കൂടി കാശ് കൂട്ടിയാൽ 2 പശുവിനെ മേടിക്കാം. 2 പശുവിനെ മേടിച്ചാൽ നമുക്ക് എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പശുവിന്റെ കുട്ടിയും മറ്റേ പശുവും കുട്ടിയും കൂടി ആകുമ്പോൾ 4 എണ്ണമായി. ശരിക്കും നോക്കുന്നു നമ്മൾക്ക് റിട്ടേൺ, അതായത് നമ്മൾ ഇതിന്റെ കറവ് മാറി വിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഹൈബ്രിഡ് പശുക്കൾ കൊടുക്കുന്ന ഭൂരിഭാഗവും കേടുകൾ കൂടുതലാണ്. ഈ 1.5 ലക്ഷം കൊടുത്ത് മേടിക്കുന്ന ഈ പശുക്കള് പെട്ടെന്ന് കേട് വന്ന് പോകുമ്പോൾ ക്ഷീര കർഷകനെ സംബന്ധിച്ച് താങ്ങാവുന്നതിലപ്പുറവും. അതേ സമയത്ത് 2 പശുക്കളാകുമ്പോ അത്ര വലിയ പ്രശ്നങ്ങൾ ഒരുത്തരം പെട്ടെന്ന് ബാധിക്കില്ല. അവിടെ സപ്പോർട്ടിങ് ഒരെണ്ണുണ്ട്. പിന്നെ അതായത് ഹൈബ്രിഡ് ആകുമ്പോ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറവാകും. ഇപ്പൊ ഈ പശു ഇപ്പൊ ഇവിടെ പ്രസവിച്ച 3ാമത്താണ് അതിന്റെ കുട്ടിനാണ് നിൽക്കുന്നത്. ഇത് ഗിർ ക്രോസ് ആണ്. അത് പ്രായോഗികമായിട്ട് സാധാരണക്കാരനെ അതിനെ കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു ചാട്ടുമാട്ടുണ്ടാവും. പക്ഷെ അത് വലിയ പ്രശ്നമുള്ള കേസല്ല. പക്ഷെ ഇതുവരെ അതിനൊരു പാരസെറ്റമോൾ പോലും നമുക്ക് കൊടുക്കേണ്ട പറ്റില്ല. അതാണ് ഇതിന്റെ ഈ പശുക്കളൊക്കെ. ഇത് കുറച്ച് ഹൈബ്രിഡ് ആയിരുന്നു. ഇത് ഡാമേജാ. ഇത് കേടുകൾ വരുന്നു. കാലുവേദന വരുന്നത് ഇപ്പൊ കണ്ടില്ല കാലുവേദന. അതേസമയം പശു ഇപ്പൊ 2 പേരായി. ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പാലുണ്ട്, ഒരു 12 ലിറ്റർ പാല് രാവിലെ ഉണ്ട്. ഇപ്പൊ കറക്കുമ്പോ ഒരു 6 ലിറ്റർ ഉണ്ടാവും. ഇതും അതേപോലെ തന്നെ. ഇത് 14 ലിറ്റർ പാല് രാവിലെ കിട്ടിയിരുന്ന പശുവിന് ഇതുവരെ ഒരു മരുന്ന് കൊടുത്തിട്ടില്ല. അതേസമയത്ത് അതിന്റെ കാലും ഇതൊക്കെ പ്രശ്നമായി. അത് 13 ലിറ്റർ പാലുള്ള പശു വരുന്നത് കംപ്ലൈന്റ് ആയി. ഈ നിൽക്കുന്നതിലൊന്നും അങ്ങനെ ഒരു ഡാമേജ് ആയിട്ട് വന്നിട്ടില്ല. ഇവിടെ എത്ര കന്നി പശുക്കളുണ്ട്? അതായത് ഫസ്റ്റ് പശു കടിഞ്ഞിൽ പശു. ഇത് കടിഞ്ഞിലാണ്. ഇത് 12 ലിറ്റർ പാലുണ്ട്. ഇത് പ്രസവിച്ചിട്ട് 2 മാസമായി. ഇത് കടിഞ്ഞിലാണ്.
ഈ കറക്കുന്നത് കടിഞ്ഞില്ല, അത് കൃഷ്ണഗിരി പശുവാണ്. ആ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു 10 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെന പിടിച്ചിട്ടില്ല. ഇത് കടിഞ്ഞിലാണ്. ഇത് ഇവിടെ നാടൻ ഇവിടെ പ്രസവിച്ചുണ്ടായ പശുക്കുട്ടിയാണ്. ഇതും രാവിലെ പശു ചെറുതിന് 10 ലിറ്റർ പാലുണ്ട്. ഇതും ജേഴ്സിയിൽ പെട്ടൊരു പശുവാണ്. ഇതും നമുക്ക് 10 ലിറ്റർ പാലുണ്ട്. പിന്നെ ഇതൊക്കെ കിടാക്കളാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായ കിടാക്കളാണ്. ഇതൊക്കെ കിടാക്കളാണ്. ഇവിടെ എങ്ങനെ പശുക്കളെ സെലക്ട് ചെയ്യുന്ന രീതി? സെലക്ട് ചെയ്യുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കും. തമിഴ്നാട് റിസ്ക് ആണ്, എന്നാലും തീരെ കിട്ടാത്തൊരു സമയം വരുമ്പോൾ നമ്മൾ പോയി കൊണ്ടുവരും. തമിഴ്നാട് ഞാൻ പറഞ്ഞല്ലോ 10-35 വർഷത്തെ അനുഭവ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാസം 1.5 മാസം ഭയങ്കര സ്വസ്ഥത കുറവായിരിക്കും. കാരണം ഈ തൈലേറിയ, ഈ അനാപ്ലാസ അങ്ങനെയുള്ള അസുഖങ്ങൾ. പക്ഷെ എന്നാ അതിന്റെ ഇരട്ടി ഗുണങ്ങളും ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അതെന്താ വെച്ചാൽ നമ്മളിവിടെ 10 ലിറ്റർ പാൽ എന്ന് പറഞ്ഞ പശു മേടിച്ചാല് കൂടി വന്നാൽ 3 മാസം കറക്കും ഈ 10 ലിറ്റർ. സ്റ്റെപ്പ് വെച്ചാൽ 6 ലിറ്റർ 5 ലിറ്ററിലേക്ക് മാറി. തമിഴ്നാട് അതല്ല, വർഷങ്ങളോളം ചിലപ്പോൾ നിന്ന് കറക്കും, നീണ്ട കറവ് കിട്ടും. അത് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഈ പശുവൊക്കെ തമിഴ്നാടാ. ഈ പശു ഇത് 2 വർഷമായി. ഇത് 15 ലിറ്റർ പാല് കിട്ടി വന്നിട്ട് 2 വർഷമായി പ്രസവിച്ചിട്ട്. ഇപ്പൊ ചെന്നൈയിലാണ്. ഒരു കേടുമില്ല, ഒരു പ്രശ്നം വന്ന് സെറ്റായി കിട്ടിയാൽ രക്ഷപ്പെട്ടു. സെലക്ട് ചെയ്യുന്നതാ. അല്ല അതതിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ബ്രീഡ്. അതെ, ഫുൾ HF. ഫുൾ എന്റെ അഭിപ്രായം, ഞാൻ തീരെ ഫുൾ HF മേടിക്കാറില്ല. പ്യുവർ HF മേടിച്ചിട്ട് ഉറപ്പാണ് കംപ്ലൈന്റ്. അത് തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് മേടിച്ചാല് പ്യുവർ HF മേടിച്ചാൽ കാലിന്റെ കുളമ്പിൽ വേദന വരും. അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ജോയിന്റിൽ നീര് വരല്, അകിട് വീക്കത്തിന് സാധ്യത, ഇതൊക്കെ കൂടുതലും പ്യുവർ HF. അതേപോലെ HF-ഉം ബ്രൗണും കൂടി കിട്ടും, അല്ലെങ്കിൽ HF-ഉം ജേഴ്സിയും കൂടി ഒക്കെയാണ് ക്രോസ് ആയിട്ട്. HF ജേഴ്സി ഒക്കെ വളരെ ഫലപ്രദമായിട്ട് ഒരു കുഴപ്പം. ഇതൊക്കെ HF ജേഴ്സി ക്രോസാ, ഇതൊക്കെ ഇറക്കണമൊക്കെ. ഇപ്പൊ ഇത് HF ജേഴ്സി ക്രോസാ. ഇതും HF ജേഴ്സി ക്രോസാ. അങ്ങനെ ക്രോസ് ഇനത്തിൽ മേടിക്കുമ്പോ നമുക്ക് വലിയ കേട് വരുന്നില്ല. പശുക്കൾ നിർത്തുന്ന ഒരു രീതി ഇത് 3 ഒരുമിച്ച് നിർത്തിയിട്ട് ഇത് വല്ല അല്ല, ഇവിടൊക്കെ സെപ്പറേറ്റ് ഇത് ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുകൂടി സൗകര്യത്തിന് എടുക്കാൻ വേണ്ടി അവിടെ നമുക്ക് കഴുകാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം ഞങ്ങളൊന്നും ഇത് മാറ്റി വെച്ചത്. ഇവിടെ എന്താ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ട് കയറി ചവിട്ടില്ല. അതല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുമ്പോ മറ്റേ മേലിൽ കയറി മറ്റേ ചിലപ്പോൾ ചവിട്ടും, അല്ലെങ്കിൽ അകിടിയിൽ ചവിട്ടും. അങ്ങനെ ഒരു പ്രശ്നം. തുടക്കം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ആദ്യം ഫസ്റ്റ് എന്റെ പിതാവ് തൃശ്ശൂർ കൊക്കാല എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ 10-25 വർഷം എന്റെ പിതാവ് വെളിയന്നൂർ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് തന്നെ, കൊക്കാല വെളിയന്നൂർ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത് 10-65 വർഷക്കാലം ഈ ഫാമായിട്ട് തന്നെ പോയിരുന്നു. അങ്ങനെ എന്റെ വിദ്യാഭ്യാസ കാലമൊക്കെ അവിടെ തന്നെ തൃശ്ശൂരായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇതിനോടുള്ള താല്പര്യം മൂത്ത് വിദ്യാഭ്യാസം കട്ടാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അതിന്റെ തുടക്കം. പിന്നെ എന്റെ പിതാവ് 1992 മരിച്ചു. അതിന് ശേഷം പിന്നെ ഞാനിത് ചെയ്തിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒരു 10 കൊല്ലം മുന്നേ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കംപ്ലീറ്റ് ഒഴിവാക്കിയത്. അവിടെ കോർപ്പറേഷൻ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആക്കിയപ്പോൾ ഞങ്ങളത് ഒഴിവായി. പിന്നെ അവിടെ നിന്ന് തുടർന്ന് ഈ 30-35 കൊല്ലമായിട്ട് ഈ ഫീൽഡ് തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെയും വന്നിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട്. ഇവിടെ ഞങ്ങൾ വീട്ടിലും ഫാം ഉണ്ട്. വീട്ടിലുണ്ട് ഫാം. ഇവിടെ മൊത്തം നമുക്കൊരു 10-40 പശുക്കളുണ്ടാവും. തുടക്കത്തിലും 10-60 പശുക്കൾ. അന്ന് എരുമയും പശുക്കളായിരുന്നു. വാപ്പ നടത്തുമ്പോ നിറച്ച് എരുമയും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ഇത്ര വിലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി അന്ന് അവര് നടത്തും 10-60 എണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് ഞങ്ങൾ നോക്കേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പിന്നെ അവിടെ ഒഴിവാകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളത് കുറച്ചിട്ട് പിന്നെ രണ്ടാമത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങളൊരു പുതിയതായിട്ട് മാറ്റം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇവിടെ നമ്മളൊരു പാലിന്റെ പാക്കറ്റിംഗ് യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ബാങ്കായിട്ടൊക്കെ നബാർഡിന്റെ സ്കീമിൽ നമ്മൾ ഈ പാലിന്റെ ബൈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നോക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ നെയ്യ്, വെണ്ണ പരിപാടിയൊക്കെ ഉണ്ട്. തൈര് അങ്ങനെ 1 ലിറ്റർ നെയ്ക്ക് 2000 രൂപയായിട്ട് നമ്മൾ പശുവിൻ്റെ നെയ്യ് കൃത്യമായിട്ട് നല്ല പശുവിൻ്റെ നെയ്യ് നമ്മൾ കൊടുക്കുന്നത് 2000 രൂപയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൈര് 35 രൂപ 1/2 ലിറ്ററിന് തൈര് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെങ്കിലും ഇല്ലാത്ത കുഴപ്പമുള്ളൂ. സാധനത്തിന് ചിലവുണ്ട്. നമ്മളിത് മാർക്കറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 35 വർഷത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു? നഷ്ടങ്ങളുണ്ടാവും. ഇതിലിപ്പോൾ എല്ലാ ക്ഷീര കർഷകരെ സംബന്ധിച്ചും നഷ്ടങ്ങളുണ്ടാവും. നഷ്ടങ്ങൾ എന്ന് വെച്ചപ്പോ ഏറ്റവും പ്രശ്നം വരുന്ന അസുഖങ്ങളാണ്, പശുക്കള അസുഖങ്ങളാണ്. അല്ലാണ്ട് പാൽവലയും മറ്റുള്ള അല്ല. എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇതാണ്. നമ്മള് കൃത്യമായിട്ട് കുട്ടികളെ നോക്കണം. പണിക്കാരെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഭൂരിഭാഗം ഫാമുകൾ പൊളിഞ്ഞു പോകുന്നത്. ഇപ്പൊ ഞാൻ 45 പശുക്കളുള്ള ഒരു ഫാം ഇപ്പൊ കച്ചവടാക്കിയിട്ടുണ്ട്. കച്ചവടാക്കിയെന്ന് വെച്ചാൽ ഏകദേശം ധാരണയിൽ എത്തി വെച്ചിട്ടുണ്ട്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥന്മാരില്ല, പണിക്കാരെ ഏൽപ്പിച്ചു പോകും. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ശ്രദ്ധയല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ പെറ്റ ചുരുക്കം നേരത്തെ പറഞ്ഞ് വീണ്ടും പറയാം, നമ്മൾ നമ്മുടെ ഫാമിൽ ദിവസം 2 നേരമെങ്കിലും വരണം. വന്നിട്ട് വെറുതെ നോക്കി പോവല്ല. ഫസ്റ്റ് നോക്കേണ്ട അകിട് മേൽക്ക, അകിടിൽ നീരുണ്ടോ, പശുക്കളുടെ മുഖം നോക്കണം, അവർക്ക് ഏതെങ്കിലും പനികളുണ്ടോ മറ്റുണ്ടോ നോക്കണം. ആ ടൈമിൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ കഴിയണം. അപ്പൊ നമ്മളിവിടെ ഒരു ഡോക്ടർ ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ ഗിരി എന്ന് പറഞ്ഞിട്ട് PN ഗിരി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഉണ്ട്. റിട്ടയർഡ് ഗവൺമെന്റ് സർവീസാണ് പുള്ളി.
അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കും നമ്മൾ, ഡോക്ടറെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹം മരുന്ന് പറഞ്ഞു തരും. അത്യാവശ്യം ഇഞ്ചക്ഷനൊക്കെ നമ്മൾ തന്നെ ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഒരു ഡോക്ടർ വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, നമുക്ക് ചിലവും കൂടുതലാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു പോകും. ഒരു പശുവിന് അകിടുവീക്കം വന്നാൽ ഏറ്റവും ആദ്യം വേണ്ടത് ആന്റിബയോട്ടിക് കൊടുക്കാന്ന്. അല്ലാണ്ട് നമ്മൾ പുറത്ത് തൈലം പരത്തിയിട്ട് ക്ഷീരബലം പരത്തിയിട്ടൊന്നും അകിടുവീക്കം മാറില്ല. അകിടുവീക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് അല്ലാണ്ട് വേറെ രക്ഷയില്ല. പല മരുന്നുകളും ഇപ്പൊ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ചെയ്യണ്ടെന്ന് പറയില്ല, ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ചെയ്യാറ് ആന്റിബയോട്ടിക് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പോൾ ചെയ്യാം ഒന്നിൽ ഇൻഡാസെഫ്, വെറ്റാസെഫ്, അങ്ങനെയുള്ള ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ ഈ ഇതിൽ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു 3 എണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേനും 2 പ്രാവശ്യം അടിക്കുമ്പോഴത്തേനും ഏകദേശം കുറഞ്ഞു കിട്ടും. അതേസമയത്ത് അത് ദൈർഘ്യം കൂടിയ ദിവസങ്ങൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിനെ കൂടുതലായിട്ട് അത് ബാധിക്കും. പശുവിന്റെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ വരും. കാരണം ജില്ലയിൽ അകിടുവീക്കം വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ജോയിലൊക്കെ വരും, പിന്നെ ആ പശു എനിക്കാതെ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരു ദിവസം തന്നെ 2 പശു എത്തിയിട്ടുണ്ട്. 8 ദിവസം ഒരു പശുവിന് ഒരു കുഴപ്പമില്ലാതെ എന്തായിരുന്നാണ്. ഞാൻ ഡോക്ടറെ വിളിച്ച് കാണിച്ചു. ഡോക്ടർക്ക് എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. പശു ബ്ലഡാണ് മൂത്രം ഒഴിച്ചിരുന്നത്. ആ മൂത്രം ഒഴിച്ചപ്പോൾ അതിന് ഭരണിയിൽ നിന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്താൽ മാറാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അത് വൈകിപ്പോയി നമ്മൾ ചെയ്യാൻ. ബെസ്റ്റ് പശു ആയിരുന്നു. ഒരു 10-15 ലിറ്റർ പാല് കിട്ടിയിരുന്ന പശു കിടന്ന് കിടപ്പിൽ അങ്ങനെ പിന്നെ ഇരിക്കാതെ കിടന്ന് ചത്തുപോയി. അപ്പോൾ ഇതൊക്കെ അത് ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിയിട്ടുള്ളൂ. ആ ടൈമിൽ നമ്മളിപ്പോൾ ഈ ബ്ലഡ് പോകണം കണ്ട അപ്പം നമ്മൾ ഭരണിയിൽ നിന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്താൽ മാറും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പശുവിന് ഇവിടെ ഉണ്ട്, പശുക്കുട്ടിക്ക്. ഞാൻ നോക്കുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ അതെ ഇവിടെ ഉണ്ട്. ഇതിന് ഈ ചോപ്പിന് ഇത് കംപ്ലീറ്റ് ഒഴിക്കുന്നത് മൂത്രം ബ്ലഡ് ഐറ്റമാണ്. അത് ഈ തൈലറിയുടെ വേറെ വകഭേദം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ മേത്ത് നിറച്ച് ചെള്ളെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ആ ചെള്ളിനുള്ള മരുന്ന് ചെയ്ത് ബെർണിലടിച്ച് അതിന് ശേഷം അതിന് ചെറിയ നേരത്തെ ആന്റിബയോട്ടിക് കൊടുത്ത് ഇപ്പോൾ ആള് പക്കായി. അതെല്ലാം ശ്രദ്ധിക്കാണ്ട് പോയി ചത്തുപോകും. അപ്പൊ ഈ പശുക്കളൊക്കെ ചത്തുപോയി പിന്നെ എങ്ങനെ ഒരു മനസ്സിന് വിഷമം? നമ്മള് 2 ദിവസമൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവും ചത്തുപോയി കഴിഞ്ഞാൽ. പിന്നെ അതിന് നമ്മൾ പിടിച്ച് കയറാൻ നോക്കും. അത്ര തന്നെ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനോധൈര്യം നമുക്ക് കിട്ടും. അപ്പൊ ഇക്കയുടെ അഭിപ്രായത്തില് ഫാം പൊട്ടിപ്പോവാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഫാമുകൾ നമ്മൾ വിളിക്കും. അതായത് ഇങ്ങനെ കൊടുക്കാനുണ്ട്, മൊത്തം കൊടുക്കാം. അപ്പൊ നമ്മൾ ചെന്ന് നോക്കുമ്പോ കാണുമ്പോ വല്ലാത്തൊരവസ്ഥ. നല്ല പശുക്കളാവും ഒക്കെ ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ക്ഷീണിച്ച് എല്ലാ നിലക്കും നോക്കിയിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പക്ഷെ എന്താണ്, അത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് അത്. ഇപ്പോൾ ഒരു ഫാം ഞങ്ങൾ പോയി നോക്കിയാൽ ഒരു പ്രവാസിന്, ഇപ്പോൾ പല പ്രവാസികളും പ്രവാസികളും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഒരു 5-10 പശുവിനെ മേടിച്ചൊരു ഫാം തുടങ്ങും, ആരെങ്കിലും ഏൽപ്പിക്കും. ഇവർ തമിഴ്നാട്ടിലും എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുറച്ച് പശുക്കളെ മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നുള്ള ശ്രദ്ധ വരുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന്. അങ്ങനെ വരുമ്പോൾ ഇത് തട്ട് തകർന്നു പോകും, ഒന്നിനും പറ്റാതെ വരും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിന് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ പ്രവാസ ലോകത്തുള്ളവരാ. അവരൊക്കെ പറയും ഞാൻ നിർത്തിയിട്ട് വരുന്നു, പശുവിന്റെ ഫാം തുടങ്ങാൻ പോകും. ഈ ഫാം തുടങ്ങാന്ന് പറഞ്ഞാൽ കുറെ പശുക്കൾ മേടിച്ച് തൊഴുത്തിൽ കെട്ടിക്കൊണ്ട് ഫാമായില്ല. അതിന്റെ പിന്നിൽ നമ്മുടെ നല്ല അധ്വാനം വേണം. ഞാൻ രാവിലെ 3 മണിക്ക് എന്നിട്ട് 4 മണിക്കുള്ളിൽ ഇവിടെ എത്തും വെളുപ്പിന്. അപ്പത്തിന് ഒരു ക്ലീനിങ് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടുന്ന് പോണത് 7 മണിക്കാ. വീണ്ടും നമ്മൾ പകൽ ഉറക്കം എന്ന് പറഞ്ഞത് ഇതിന് പറ്റൂല. പകല് റെസ്റ്റ് ഇല്ല. ഈ കാര്യത്തില് കല്യാണം ഇല്ല, മരണമില്ല, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. ചിലപ്പോ ആരെങ്കിലും വല്ല കല്യാണ ദിവസം പശു പ്രസവിക്കാൻ നിൽക്കണം, നമ്മളെങ്ങനെ പോവാ? അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പശു പ്രസവിച്ചു. ആ പശു ഞാൻ കൊടുത്തു. ഞാൻ പശുവിനെ അടുക്കി കൊടുക്കാറുണ്ട് ഇവിടെ. അത് ഈ ആലപ്പുഴ, കായംകുളം, നൂറിനാട് ഒരുപാട് കൊല്ലെത്തിയിട്ടുള്ള കുറെ ഫാമുകളുണ്ട് നമ്മൾ പശുക്കൾ കൊടുക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഹമ്മദ് അവിടുത്തെ ഒരു ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റാണ് വന്നിരുന്നത്. അദ്ദേഹം വന്നൊരു പശുവിനെ കൂടി. ആ പശുവിന്റെ കുട്ടി അത്തുപോയി. ഒരു 5 ദിവസം മുന്നേ പ്രസവിച്ചാണ്. ഞാൻ പുള്ളി തന്നെ ഇവിടുത്തെ പണിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേ പശു പ്രസവിക്കാൻ നിൽക്കുന്നത്. ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് എത്തുമ്പോഴത്തേനും ഈ മൂടലോട് കൂടി പൊട്ടി പുറത്തേക്ക് പോകുന്നു. അത് പൊട്ടിച്ച് കളയാൻ വൈകിപ്പോയി, കുട്ടി ചത്തുപോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴുള്ള കുഴപ്പങ്ങളാണ്. നമ്മൾ പശു പ്രസവിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ പുറകിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലും വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല. ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഫാമിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും എനിക്ക് ഇപ്പൊ ഇറങ്ങണം. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയുന്നത്? ഒരുപാട് ആൾക്കാർ ആഗ്രഹം വെച്ചിട്ട് നമ്മളെ ബന്ധപ്പെടാറുണ്ട്, പുതിയ ഫാം തുടങ്ങണം. പ്രവാസികൾ നാട്ടിലുള്ളവരും. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു നാട്ടിൽ വന്ന് ഒരു ഫാമൊക്കെ സെറ്റാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതായി ബന്ധപ്പെട്ട് നടക്കണ കാരണം നമ്മൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും അതെങ്ങനെയാണ്, അതിന്റെ പരിപാടി എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കും. ഞാൻ അവരോട് പറയാറുള്ളത് നല്ല കാര്യമാണ്. സാമ്പത്തികമായിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. നഷ്ടമായാലും ലാഭമായാലും നമ്മൾക്കൊരു 10 റുപ്യ, ഒരു 500 റുപ്യക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. എപ്പോഴും നമുക്ക് ഇങ്ങനെ കളക്ഷൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പോകും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷെ ഓടി വന്ന് നിങ്ങളൊരു 10 പശു മേടിച്ചൊരു ഫാം തുടങ്ങി നിങ്ങൾ ഭാര്യനെയും കൂട്ടി ടൂർ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം കുറച്ച് കയറ് മാത്രം ബാക്കിയാവും. അതേസമയം നമ്മൾ സ്വന്തം ഡയറക്റ്റ് അധ്വാനിക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് അധ്വാനിക്കാൻ നമുക്ക് അർക്കൊന്നും വേണ്ട. ഇതേപോലെ ആളെ വെച്ച് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി. അതിന് തയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അവനവന്റെ കാര്യങ്ങൾ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനെ കുറിച്ച് അറിയണമല്ലേ? ആദ്യം വന്ന് പശുക്കൾ മേടിക്കല്ല വേണ്ടത്.
ആദ്യം ഒരുപാട് ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്ന ഫാമുകളായിട്ട് ബന്ധപ്പെടുക, ഓക്കെ അവിടെ പോയിട്ട് അത് കണ്ട് മനസ്സിലാക്കുക, അവരായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, എന്നിട്ട് ഒരു പാഠം ഉൾക്കൊള്ളണം അതിൽ. അതിനുശേഷം പശുക്കളെ എങ്ങനത്തെ മേടിക്കണം എന്നുള്ളതും അവരെ ഉപദേശം നേടണം. അല്ലാണ്ട് ഇപ്പൊ നമ്മളൊരു ബ്രോക്കർ എത്തി എന്നാൽ അവന്റെ തൊഴിൽ പശുവിനെ മേടിച്ചു കൊടുക്കാന്ന് പറയുന്നത്, അവർക്ക് നല്ലത് മേടിച്ചു കൊടുക്കണോ ചീത്ത മേടിച്ചു കൊടുക്കണോ എന്നുള്ളത് അവർക്ക് പ്രശ്നമില്ല, അവർക്ക് കച്ചവടം നടക്കണം. അതേ സമയത്ത് ഒരു ഫാം നടത്തുന്ന ആളോട് ചോദിക്കാം നമുക്ക് ഏത് ക്വാളിറ്റി പശു നല്ലത് മേടിക്കാൻ പറ്റിയത്, ഏത് ബ്രീഡാണ് നല്ലത്, അതിനെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫാമുകാരനൊക്കെ ആയിട്ട്, നല്ല ആത്മാർത്ഥമുള്ള ഫാമുകാരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഉപദേശം തേടി സാവധാനം 2 എണ്ണം മേടിച്ച് ആ 2 എണ്ണം ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ അടുത്തത് മേടിച്ച് അങ്ങനെ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്നാൽ വലിയൊരു നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. വലിയ ലാഭം കിട്ടിയില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഈ പശു വേണ്ട, ഈ പശു ഞാൻ മേടിച്ചത് 52,000 രൂപയ്ക്ക് മേടിച്ചു, 52,000 രൂപയ്ക്ക് മേടിച്ചതാ. അതിപ്പോ നമ്മൾ കൊടുക്കാൻ നോക്കിയാൽ കൂടി വന്നാൽ 15 രൂപ 16 രൂപ കിട്ടുള്ളൂ, കാരണം ബോഡി വെയിറ്റ് ഇല്ല. അതേസമയത്ത് ആ പശുവൊക്കെ ഇപ്പൊ നമുക്ക് വിൽക്കാന്ന് പറഞ്ഞാലും വലിയ പശുവൊക്കെ എങ്ങനെ പോയാലും ഒരു 60 രൂപ 65 രൂപ ഒക്കെ തടിക്ക് കൊടുത്താലും കിട്ടും. നമ്മ ഒന്നും ഇല്ലാണ്ടെങ്കിലും തടിക്ക് കൊടുത്താലും കിട്ടും. പക്ഷെ അതൊന്നും തടിക്ക് കൊടുക്കേണ്ട പശുക്കളല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു. അപ്പൊ ബോഡി വെയിറ്റ് ഉള്ള പശുക്കൾ പഠിക്കണം. അപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ ആലപ്പുഴ പശു കൊടുത്തിരുന്നു. അപ്പൊ അവിടെ ആലപ്പുഴ ശവക്കോട്ട പാലത്തിന്റെ അടുത്ത് ഒരു ഫിലിപ്പച്ചാനുണ്ട്, അയാൾ മരണപ്പെട്ടു പോയി. ഏറ്റവും നല്ല ഫാം നടത്തിയിരുന്നു, നമുക്കൊക്കെ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്ന ആൾക്കാരായിരുന്നവരൊക്കെ. അദ്ദേഹം പറയാൻ നെഞ്ചും കൂട് നന്നാവെന്ന് പറയും. അതായത് പശുവിന്റെ ആയാലും വരുമ്പോഴായാലും നെഞ്ചും കൂട് നന്നാവണം, ഫ്രെയിം നന്നാവണമെന്ന് പറയും. അപ്പൊ അതൊന്നും നമുക്ക് നഷ്ടം വരത്തില്ല. അപ്പൊ ക്ഷീണിച്ച പശുക്കൾ, അതായത് തടിയിൽ കയറാത്ത പശുക്കൾ വെച്ചാൽ നഷ്ടം വരും. പിന്നെ ഇപ്പൊ എനിക്കൊരു ഉപദേശം എനിക്ക് പറയാനുള്ളത്, ഫാം തുടങ്ങുമ്പോ എരുമ ഏറ്റവും ബെസ്റ്റാ. എരുമ ഫാം നടത്തുന്നത് പൊളിയില്ല. അത് ഏറ്റവും ചുരുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീറ്റിന് വില ഉള്ളിടത്തോളം കാലം നമുക്ക് നഷ്ടം വരില്ല. നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു എരുമനെ മേടിച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു എരുമ മേടിച്ചിട്ടുണ്ട്, 1 ലക്ഷം രൂപയ്ക്ക് ഒരു എരുമനെ മേടിച്ചാൽ ആ കുട്ടിയും തള്ളം കൂടി ഒരു 8 മാസം കറന്നിട്ട് നമുക്ക് കൊടുത്താലും നമ്മൾ മേടിച്ച കാശ് റിട്ടേൺ കിട്ടും. കാരണം എങ്ങനെ പോയാലും ആ എരുമ ശരീരത്തിൽ കയറുന്ന എരുമാണെങ്കിൽ കുട്ടിയും കൂടി ആകുമ്പോൾ കുട്ടിക്കും നല്ല ഡിമാൻഡ് ഉണ്ടാവും, എരുമയ്ക്കും നമുക്ക് തടിക്ക് കൊടുത്താലും കാശ് കിട്ടും. എരുമ ഫാം പൊളിയാത്തതിൻ്റെ കാലം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യം പശുവിൻ്റെ കൊണ്ട് കൊടുക്കുക കച്ചവടത്തിൻ്റെ പരിപാടി. ഭൂരിഭാഗം ആലപ്പുഴ, ചേർത്തല, തുറവൂര്, എടത്വ ഈ സൈഡിലുള്ള ഏത് ഫാമിൽ കയറിയിട്ട് തന്നെ ചോദിച്ചാലും അറിയും. എടത്വ അച്ചായനുണ്ട്, അതുപോലെ തന്നെ കോമളപുരം, ആലപ്പുഴ കോമളപുരം രവീന്ദ്ര ഡയറി ഫാം ഉണ്ട്. വെറും എരുമ മാത്രമാണ് അവിടെ, അധികം എരുമാണ്. എരുമ അങ്ങനെ ആലപ്പുഴ സൈഡിൽ എവിടെ ചോദിച്ചാലും നമ്മൾ അറിയാം. കാരണം നമ്മളെല്ലാ ഫാമുകളിലും നമ്മൾ പശു എത്തിച്ച് അവർ വരുമൊന്നുമില്ല, വിളിച്ചു പറയും ഇത്ര പശു കണക്കാ കൊണ്ടുവരാന്ന് പറയാൻ നമ്മൾ കൊണ്ടുകൊടുക്കും. ഇന്നും ആ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഉച്ചത്തെ ക്ലീനിങ് ടൈം ആണ്, അപ്പൊ എത്ര സമയം ഈ ക്ലീൻ ടൈം എടുക്കും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ മോർണിംഗ് ഒരു 3:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 3:30 സ്റ്റാർട്ട് ചെയ്ത് 6 മണിയാകുമ്പോൾ കംപ്ലീറ്റ് ആവും. പിന്നെ ഈവനിങ് ഒരു 12:30 മണിക്ക് നമ്മളെ ക്ലീനിങ് ആരംഭിക്കും. ഫുള്ളായി ക്ലീൻ ചെയ്തതിന് ശേഷം കറക്കുള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിലൊക്കെ കഴുകി പശുവിനെ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണാം, കഴുകിയതിന് ശേഷമാണ് നമ്മൾ കറക്കുക. കാരണം ഏറ്റവും വൃത്തി വേണ്ട ഒരു സമയം കറവയുടെ ടൈമിൽ പോയി. ആ കറവയുടെ ടൈമിൽ വൃത്തിയല്ലാന്നുണ്ടെങ്കിൽ പാലും വൃത്തിയിടാവും, പാലിലും മണം വരും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ക്ലീനാക്കി ചെയ്തതിന് ശേഷമാണ് കറവ് തുടങ്ങുക. കറവ് തുടങ്ങി കഴിഞ്ഞിട്ട് കറവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ ഫുഡ് കൊടുക്കുന്ന ടൈമാണ്. ആ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി വാഷ് ചെയ്യും. വാഷ് ചെയ്തതിന് ശേഷം വൈക്കോല അല്ലെങ്കിൽ പുല്ല് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിലവിൽ 25 എണ്ണം ഉണ്ട്. 25 എത്ര ടൈം എടുക്കും ക്ലീൻ ചെയ്യാനായിട്ട്? കൂടി വന്ന ഒരു 1 അവർ, ഒരു മണിക്കൂർ ഇവരെ കുളിപ്പിക്കുന്ന വെള്ളവും മൂത്രം പിന്നെ എങ്ങോട്ടേക്കാ പോണേ? ഇവരെ കഴുകുന്ന വെള്ളം ഇവിടെ ഇവർ കഴുകുന്ന വെള്ളം കംപ്ലീറ്റ് അപ്പുറത്ത് കൂടിയ പൈപ്പിൽ കൂടി പുല്ലിന് പോകും. അവിടെ ഫ്രണ്ടിൽ പുല്ലുണ്ട്. ഒരു കാരണവശാലും പബ്ലിക്കായിട്ടുള്ള തോട്ടിൽക്കോ അതല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തേക്കോ നമ്മൾ വിടില്ല. ഈ കഴുകുന്ന വെള്ളം മൊത്തം പൈപ്പിൽ കൂടി ഇവിടെ വെച്ചേക്കണ കൃഷി സ്ഥലത്തേക്ക് പോകും, പുല്ലിന് പോകും. അതിനുശേഷം ഈ ചാണകം നമ്മൾ വാരുന്നത് ഡ്രമ്മുണ്ട്, ഡ്രമ്മിൽ കണ്ടു ഒരുപാട് ഡ്രമ്മുകൾ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ആ ഡ്രമ്മിലേക്ക് ഈ ഡ്രമ്മിൽ സൂക്ഷിക്കും. ഇതിൽ നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് കുറച്ച് ഉണക്കി വെക്കും. പോരാത്തത് ഇവിടെ കൃഷിക്ക് ആവശ്യമായിട്ട് കൊണ്ടുപോകും. കൃഷിക്ക് ആവശ്യമായിട്ട് കൊണ്ടുപോകും. ഈ ഡ്രമ്മിൽ വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയായിട്ട് ഇരിക്കും ഈ സാധനം, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്താൽ ബുദ്ധിമുട്ടാവും. പിന്നെ ഈ സാധനം ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ജീവാമൃത ലായനി എന്ന് പറയുന്നത്. ഇത് ചാണകം അതുപോലെ തന്നെ കുറച്ച് ഇതുകളൊക്കെ കൂടിയിട്ട് വളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ജീവാമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ജീവാമൃതം ഇത് ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ 3 ടാങ്ക് ഉണ്ട്. ഇത് നമ്മുടെ സ്ലറി മോട്ടർ എന്ന് പറയും. ഇതിൽ നിന്ന് പമ്പ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അതായത് നമ്മൾ ടാങ്കറിലേക്കോ ടിന്നിലേക്കോ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ടിന്നിലേക്ക് വേണമെങ്കിൽ ടിന്നിലേക്ക് ആക്കാം. അതല്ലെങ്കിൽ ടാങ്കർ വന്നിട്ട് ടാങ്കർ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം.
അപ്പൊ അതിനുള്ള സൗകര്യത്തിന് വേണ്ടി സ്ലറി മോട്ടർ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേസ്റ്റ് കൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം. വേസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും വേസ്റ്റ് ചെയ്യുന്നത് നമ്മളെ പുല്ല്, വൈക്കോല് അങ്ങനെയുള്ള സംഭവത്തിന് നമുക്ക് ഈ വേസ്റ്റിൽ നിന്ന് കിട്ടണം. ചാണം അങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് കിട്ടണം. മൂത്രം ചില സമയത്ത് ഓർഡർ ഉള്ളപ്പോ നമ്മൾ ശേഖരിക്കും. മൂത്രം 1 ലിറ്റർ ഒരു ക്യാനിന് ഇപ്പൊ അവിടെ കാണാം. ഈ ക്യാനിലാണ്? അല്ലല്ല, ഇവിടെ ക്യാനുകൾ എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ ചാണം നിറച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ക്യാനില് മൂത്രം ആവശ്യമായിട്ട് വന്ന ആ ക്യാനുകളിലൊക്കെ നിറച്ച് കൊടുക്കും നമ്മള്. ഒരു ക്യാൻ സാധാരണ പുറത്തൊക്കെ 100 രൂപയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ 50 രൂപയായിട്ട് ഒരു ക്യാനിൽ കൊടുക്കും. സെയിലിന്റെ സാധ്യത ഈ ഗാർഡൻകാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതും ഇരട്ടി വെള്ളം ചേർത്തിട്ടൊക്കെ തെളിക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. കൂടാതെ നമ്മുടെ തന്നെ ഇവരുടെ തന്നെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഫാം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ് ഇങ്ങനെ. അതെ അതെ അതെ, അങ്ങനെ വരുന്നത്. ഈ ഒരു ക്യാൻ നിറച്ചാണ് കൊണ്ടുപോകുന്നത്. ഇത് എത്ര ക്യാൻ ഇത് അല്ല, ചിലർ വന്ന് ഒരു ക്യാൻ, ചിലർ വന്ന് 2 ക്യാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. അത് ആവശ്യമായിട്ട് അവർ വന്ന് പറയും. 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ വന്ന് പറയുമ്പോ അത് അവർ ഉറുമ്പുണ്ടാവും. അവരത് ഇതിൽ നിറച്ച് വെക്കും. നിറച്ച് വെച്ചിട്ട് കൊണ്ടുപോകും. അപ്പൊ അത് നമുക്കൊരു സൈഡ് വരുമാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചാണകം നമ്മൾ എത്ര രൂപയ്ക്ക് വെക്കണം? ഈ ഒരു ക്യാനില് ഈ ചാണത്തിന് നമ്മൾ മേടിക്കുന്നത് 50 രൂപ. 50 രൂപ കുറഞ്ഞ കാശ് മേടിക്കുന്നുള്ളൂ. കാരണം ഇത് ഫുള്ളായിട്ട് വെച്ചാൽ ചാണം അത്ര അധികം ഉണ്ടാവില്ല. ഇത് ഗ്യാസ് കയറുമ്പോ പൊന്തി വരും ചാണം. അതാണ് ഈ ഓപ്പൺ ഇത് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് അടച്ചു വെച്ചാൽ ഇതിൽ ഗ്യാസ് കയറും. അപ്പൊ അങ്ങനെ ചാണം നമ്മൾ ഉണക്കി കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 50 കിലോന്റെ ക്യാഷ് ചാക്കിന് 250 രൂപ കിട്ടും. ഒരു ചാക്കിന് 250 രൂപ കിട്ടും. അത് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് വെറുതെ വിരിച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴ കാരണം നമ്മൾ ചെയ്യാറില്ല. ഇനിയിപ്പോ അത് സ്റ്റാർട്ട് ആവുമ്പോ അത് ബുദ്ധിമുട്ട്. ഇനിയിപ്പോ നമ്മൾ വേറെ സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ചാണം, ഇപ്പൊ നമ്മൾ ഇവിടെ വരുന്ന ചാണം ഈ ഫുള്ളായിട്ട് ഈ ടാങ്കിൽ ഇടുക. ഫുള്ളായിട്ട് ഇതേപോലെ ഒന്നും നിറച്ച് വെക്കണ്ട. നിറച്ച് വെക്കാതെ തന്നെ ഈ ടാങ്കിൽ ഇട്ടിട്ട് അതോടൊപ്പം കഴുകുന്ന വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് വിടാം. ഇതിൽ വിട്ടിട്ട് ഇപ്പൊ ചാണം ഉണക്കുന്ന മെഷീൻ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ അത് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള വേസ്റ്റ് വെള്ളം നമുക്ക് പുല്ലിനും വിടാം. മറ്റത് ചാണം നമുക്ക് പൊടിയായിട്ടുണ്ട് കിട്ടും. അപ്പൊ അത് പാക്ക് ചെയ്ത് വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാം. കൊണ്ടുപോകുന്നവർക്ക് സൗകര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സാധനം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് എത്ര ചാക്ക് വീതം വിൽക്കാൻ പറ്റുന്നുണ്ട് മാസത്തില്? മാസത്തിൽ ചാണത്തിന് ഓർഡർ ഉണ്ട്, ഇഷ്ടം പോലെ. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പൊ ഈ സ്ഥലം നമ്മുടെ ഒരു ബന്ധുവിനാണ്, എന്റെ സ്വന്തം അല്ല ഈ സ്ഥലം. അവർക്ക് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. ഇവരുടെ കൃഷി സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ ഈ ചാണകം കൊണ്ടുപോകാം. കൃഷി സ്ഥലം എന്ന് വെച്ചാൽ ഇവര് നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചാണ് നെൽകൃഷിന്റെ ചെടികളുണ്ട്, പച്ചക്കറി അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവര് ഇപ്പോ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൂർണ്ണമായിട്ടും ജൈവ ഇതിലാണ് വളം ചെയ്യുന്നത്, അല്ലാണ്ട് ഇംഗ്ലീഷ് വളം മറ്റുള്ള ഒന്നും ചെയ്യില്ല. അതിൽ ഉണ്ടാവുന്ന അരി മുഴുവൻ കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിൽ കഞ്ഞി വെക്കാനും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കൊക്കെ ആയിട്ട് കൊടുത്ത് അവസരം. കണ്ടമാനം കൃഷി സ്ഥലങ്ങളിൽ ആ ഓണർ, ഇതിന്റെ ഓണർ എന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന്റെ ഓണർ, ഫാമാണ് നമ്മൾ നടത്തുന്നത്. CP സാലി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അദ്ദേഹം. അവിടെ കൃഷി ചെയ്യുന്ന നെല്ലും അരിയൊക്കെ പൂർണ്ണമായിട്ടും ഈ മെഡിക്കൽ കോളേജ്, അതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുന്നു. അപ്പൊ അതിനായിട്ടാണ് ഈ ചാണം കൊണ്ടുപോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്യാറായി. ആലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടേക്ക് ചാണകം കംപ്ലീറ്റ് ലോഡ് കണക്കിന് കൊണ്ടുപോയി അവിടെ കൃഷിക്ക് വേണ്ട സജ്ജീകരണങ്ങളായി കഴിഞ്ഞു. ഇനി കൊയ്ത്ത് കഴിഞ്ഞാൽ അത് നെല്ലിടിച്ച് അരിയാക്കിയതിന് ശേഷം ഓരോ സ്ഥലങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കുന്നിടത്തേക്ക് ഈ അരി എത്തിച്ചു കൊടുക്കും. അവിടെ ആളെ വെച്ച് പാകം ചെയ്ത് കിടപ്പ് രോഗികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ ബാക്കി വരുന്ന കച്ചി എന്ത് ചെയ്യും? ബാക്കി വളരെ ചുരുക്കം വരാറുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, വളരെ ചുരുക്കം. ആ പൊടി മാത്രമേ വരുള്ളൂ. ആ പൊടി നമ്മൾ ഭൂരിഭാഗം എന്തെങ്കിലും ഡ്രമ്മിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഉണക്കിയിട്ട് രാത്രി വീട്ടുകൾക്ക് പുകട്ട് കൊടുക്കും. കാരണം അപ്പൊ ഈച്ചകടി കൊതുകടിയൊക്കെ ഒരു പരിധി വരെ കുറയും. എനിക്കൊരു 10-40 കൊല്ലത്തെ അനുഭവം പ്രകാരം രാത്രി പുകയിടുന്നതൊക്കെ വളരെ നല്ലതായിട്ട് കണ്ടിട്ടുള്ളൂ. കാരണം അസുഖങ്ങൾ കുറയുന്നുണ്ട്. പുകയിടുമ്പോ എന്താ വെച്ചാൽ കീടങ്ങൾ കുറയും. അപ്പൊ അത് വലിയൊരു ഗുണമായിട്ട് കണ്ടിട്ടുള്ളൂ. ഈ പുകയിടല് വലിയൊരു ഗുണമായിട്ട് കണ്ടിട്ടുള്ളൂ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് എല്ലാ കാര്യം കൃത്യതയോടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കറവയുടെ ടൈമായി വൃത്തിയാണ് ഇതിൽ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് വൃത്തി. അതായത് നമ്മൾ എന്ത് കാര്യം, ഇപ്പൊ നമ്മുടെ വീടായാലും ശരി, നമ്മുടെ സ്ഥാപനമായാലും ശരി, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി, അതെപ്പോഴും നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വർഷക്കാരനാണ് ഞാൻ. അതല്ലാതെ കണ്ട അതൊരു കച്ചറായിട്ട് ആൾക്ക് എടുക്കുന്നിടത്ത് കിടന്ന് ആ ചാണത്തിൽ കിടന്ന് കറന്ന് അതൊരു സുഖമുള്ള പരിപാടിയല്ല. അതെല്ലാം കൊണ്ടും ദോഷം ചെയ്യുള്ളൂ. നമ്മളെ കച്ചവടത്തിനും ബാധിക്കും. അതോടൊപ്പം തന്നെ പശുക്കൾക്കും അസുഖങ്ങൾ കൂടും, കറക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. ഏറ്റവും വൃത്തിയായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി വരണം. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാലും അറിയപ്പോൾ കറക്കുമ്പോൾ ആ സൈഡ് നോക്കിയാൽ ഈ സൈഡ് വാഷ് ചെയ്യുന്നുള്ളൂ. കാരണം ആ കറക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തി ഉണ്ടാവും. അതല്ലെങ്കിൽ
ഇതാകപ്പാടെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. ഒരു ഫാം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഒരു പരാതി ഇല്ലാതിരിക്കുക, ഒരു മണം ഇല്ലാതിരിക്കുക. എവിടെ ഫാം നടത്തിയാലും പരാതികൾ അധികരിക്കും. മണം വന്നു മറ്റു എന്തായാലും മണം ഉണ്ടാവും ഇതിന്. പക്ഷെ അത് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ ഒരു പരാതി ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കയറി വന്നപ്പോൾ മണം ഫീൽ ചെയ്ത ഒരു മണോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഫാം ആട്ടോ. ഇക്ക ഇവിടെ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഇപ്പൊ ഇവിടെ പെർ ഡേ ഒരു ദിവസം 250-260 ലിറ്റർ ഉൽപാദനം. അതിന്റെ സെയിൽ എങ്ങനെയാ? അതിന്റെ സെയിൽ കംപ്ലീറ്റും ഹോട്ടലുകളിലാണ് പോണത്, ഈ ചായക്കടക്കാരാണ് കൊണ്ടുപോകുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ കാലത്ത് മാത്രം നമ്മുടെ ഒരു സ്വന്തം കട ഉണ്ട്, ചൂലൂര് മദ്രസ ബിൽഡിംഗ് എന്ന് പറയും. ചൂലൂർ അടുത്തിരുത്തി പഞ്ചായത്തിൽ ചൂലൂര് തൻവീൽ ഇസ്ലാം മദ്രസ ബിൽഡിങ്ങിൽ അവിടെ രാവിലെ ഒരു 6 മണി മുതൽ 7:30 വരെ അവിടെ പാല് സെയിൽ ചെയ്യുന്നുണ്ട്. അവിടെ വന്ന് വീട്ടുകാരൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അതൊക്കെ കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നത്. നമ്മുടെ മുതൽ ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്, നമുക്ക് നല്ല ഉൽപ്പന്നം ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ചിന്ത ഉള്ളൂ. നമുക്ക് വൃത്തി വെടുപ്പുള്ള സാധനം ആൾക്കാരിൽ എത്തിക്കും. ഈ പാല് ഏറ്റവും നല്ല സാധനമാണ്, എന്നാൽ ശരിക്കും അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും മോശം സാധനമാണ്. അപ്പൊ ഈ ചായക്കടകൾ എങ്ങനെ കണ്ടെത്തിയേ? ചായക്കടകൾ നമ്മൾ ഇപ്പൊ അതെങ്ങനെ വെച്ചാൽ നമ്മളൊരു കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവരോട് ഈ ചായക്കടക്കാരായിട്ട് പരസ്പരം അങ്ങോട്ടും കൂടെ ഒരു ഇതുണ്ടാവും. നിങ്ങൾ എവിടെ നിന്ന് പാല് മേടിക്കുന്നത്? അപ്പോൾ പറയും ഇന്നാളേന്ന് മേടിക്കണം. എന്നാൽ അവരോട് നമുക്ക് പാല് കൂട്ടിരാൻ പറയാം, അടുത്തടുത്ത കടകൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി വന്നിട്ട് തൃപ്പയാറ് ഭാഗത്തുണ്ട്, പെരിഞ്ഞലം ഭാഗത്തുണ്ട്, ഇവിടെ തൊട്ടടുത്ത് 2-4 കടകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാലത്ത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ചായക്കടയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ സമയത്തിന് സാധനം എത്തിച്ചു കൊടുക്കാന്നുള്ളത്. അവർ ഈ വെള്ളം തിളപ്പിച്ച് കാലത്ത് 4 മണിക്ക് 4:30 മണിക്ക് കാത്തിരിക്കും. ആ സമയത്തിന് അവിടെ പാലെത്തിക്കാന്നുള്ളത്. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിയാൽ പണി പോയി. അത് ഏത് മഴ ആയാലും വെയിലായാലും. അതാണ് ഞാൻ പറയുന്നത്, പുതിയൊരു സംരംഭം വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പണിക്കാരൻ ചിലപ്പോൾ കൃത്യമായിട്ട് ഇത് എത്തിച്ചെന്ന് വരില്ല. നമ്മളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം കറക്റ്റായിട്ട് പാല് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കച്ചവടം പോകും. അപ്പൊ അത് വിപണനം മര്യാദ നല്ല രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുനടക്കാൻ വേണം. അതായത് പ്രത്യേകിച്ച് ടൈമിങ് കറക്റ്റ് ടൈമിന് അവർക്ക് കിട്ടണം. കാരണം 5 മണിക്ക് ചായ ആവണ കടയിലേക്ക് ചായ കുടിക്കാൻ ആൾക്കാർ വരുമ്പോൾ പാലെത്തില്ല എന്ന് പറഞ്ഞാൽ പോയില്ല കഥ. അപ്പൊ കറക്റ്റായിട്ട് എത്തിക്കാന്നുള്ളത് നമ്മുടെ ചുമതലയിൽ പെട്ടാണ്. ഇപ്പൊ നമ്മൾ ബോട്ടിൽ ചെയ്യാനും ബോട്ടിലിങ്ങും മറ്റുള്ളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അതിനുള്ള പരിശ്രമം നടന്നു. എൻ്റെ ഒരു മകനുണ്ട്, അവന് കുറച്ചുകൂടി ഹൈടെക് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ബൈ പ്രൊഡക്റ്റും അതുപോലെ തന്നെ മറ്റേ പാലിന്റെ മറ്റെന്താ പറയുക മാനുഫാക്ചറൈസിങ് യൂണിറ്റ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ബാങ്കായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഫാം അപ്പുറത്തേക്ക് വരണം നമ്മൾ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി ഒന്നുകൂടി ഒരു 10,000 ലിറ്റർ പാല് ദിവസം പ്രൊഡക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത തൊഴുത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് പശുക്കളുണ്ട്. ഇവിടെ മിൽക്ക് കേന്ദ്ര. എന്താ മിൽക്ക് കേന്ദ്ര എന്ന് ഇട്ടേക്കണേ? ഇല്ല, നമ്മളതൊരു ബ്രാൻഡ് നെയിം എന്നുള്ള കൊടുത്താണ്. നമ്മൾ മിൽക്ക് കേന്ദ്ര ഡയറി ഹബ് എന്നാണ് നമ്മുടെ ശരിക്കുള്ളത്. അതെ, ഓക്കെ. നമ്മുടെ ഫാമിന്റെ പേര് പറഞ്ഞില്ലല്ലോ. മിൽക്ക് കേന്ദ്ര ഡയറി ഹബ് എന്നാണ്. പിന്നെ ഈ പശുക്കളെ പേര് കൊടുത്തേക്കണത് ഇവിടെ ഐശ്വര്യ, ലക്ഷ്മി, കാവേരി, ഗംഗ, യമുന ഇങ്ങനെ എന്താ പേര്? ഇവിടെ നമ്മള് ഇല്ല, അവിടെ പേരുകൾ കൊടുത്തില്ല. ഇവിടെ കംപ്ലീറ്റ് നമ്മള് ചെന പശുക്കളാണ് നിർത്താറ്. ഒരു 6 മാസം 7 മാസം ചെന കറവ് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറ്റും. കുറച്ചുകൂടി സൗകര്യം പുറത്ത് കഴിച്ചു കെട്ടാനും പിടിക്കാനൊക്കെ സൗകര്യത്തിനായിട്ട് ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ വെറുതെ ജസ്റ്റ് എന്നാ പേരുകൾ ഇങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. നമ്മൾ പറയുമ്പോ നമുക്ക് പറയാതെ കാവേരി വെള്ളം കൊടുത്താന്നൊക്കെ ചോദിക്കാം പണിക്കാരോട്. കാവേരി പണിക്കാർ കണ്ടോളൂ. നമുക്ക് ഇന്ന പശുവെന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ ഇല്ല സ്ഥലത്തില്ലാന്നുണ്ടെങ്കിൽ ഇവർ വിളിച്ചു ചോദിക്കുമ്പോൾ കാവേരി എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ബാക്കി കുറച്ച് പശുക്കളൊക്കെ നമ്മൾ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ളതിനെ പുറത്ത് കൊടുക്കും. ഓരോ ക്ഷീര കർഷകരെ അതിൽ കൊടുത്തിട്ട് അവർ നമ്മളതിനെ പ്രസവിക്കാറാവുമ്പോൾ തിരിച്ചു കൊണ്ടുപോരും. അപ്പോൾ എന്താ വെച്ചാൽ അവർ മേഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ കെട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്രഗ്നന്റ് പ്രസവിക്കാറാവണ പശുക്കളൊക്കെ ചെന നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെരുമാറി കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകത വേറെയാണ്. അപ്പോൾ നമ്മൾ നിർത്തിയാൽ തീറ്റ കൊടുക്കാൻ നമ്മൾക്ക് പൈസ ചിലവാണ്. ഇതൊരു ക്ഷീര കർഷകൻ പാവപ്പെട്ട ഒരുത്തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവനൊരു 3-4 മാസം നോക്കും, അല്ലെങ്കിൽ 2-3 മാസം അവന് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും അവനക്കൊരു എമൗണ്ട് കൊടുക്കുക. അപ്പൊ അവൻ നല്ല രീതിയിൽ അതിന് നോക്കിയിട്ട് പ്രസവിക്കാറാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോരാം. അതിൽ പെട്ട പശു ഇതൊക്കെ ഇതിപ്പോ പ്രസവിക്കാറായി. ഇത് 3ാമത്താണ്. ഇത് 4ാമത്താണ് ഇവള് പ്രസവിക്കാൻ പോണത്. ഇതൊക്കെ ഹൈബ്രിഡ് പശുക്കളാണ് കേട്ടോ. പാലില് പ്രൊഡക്ഷനില് ഇവിടെ എത്ര പ്രസവം വരെ ഉള്ളത് നിർത്തുന്നുണ്ട് ശരിക്കും? ഇവിടെ നമ്മള് ആരോഗ്യമുണ്ട്. ഇപ്പൊ ഈ പശുവൊക്കെ ഇനിയും 2 പ്രസവം നമുക്ക് നിർത്താം. ആരോഗ്യമുണ്ട്, 5-6 നിർത്താം ആരോഗ്യം ഉണ്ടെങ്കിൽ. അതേസമയത്ത് ആരോഗ്യക്കുറവുള്ള പശുക്കളെ പറ്റില്ല. കാരണം പ്രസവിച്ചാൽ പിന്നെ കിടന്നാൽ എനിക്കാൻ ബുദ്ധിമുട്ടാവും, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. ഇപ്പൊ ഇതൊക്കെ ഇത് 3ാമത്തെ പ്രസവിക്കാൻ പോണത്. ഇതും ഒരു 10-15 ലിറ്റർ പാലിട്ട്. അത് 2ാമത്തെ. ഇപ്പൊ പ്രസവിച്ചാണ്. ഇതേപോലെ ചെന ഇതായിട്ട് ഇവിടെ തന്നെ ഉണ്ടായ പശു ഉള്ളത്.
ഇവിടെ എങ്ങനെ കുട്ടികളെ ഇതൊരു കുട്ടി നിർത്തി ഇവിടെ കുട്ടികൾ നിർത്തുന്നുണ്ടോ? കുട്ടികളെ നല്ല കുട്ടികളെ നമ്മളിവിടെ നിർത്തും. ഓക്കെ, ഇതൊരു ദേശി. ഈ ഫാമിന്റെ വിജയത്തിന് വേറൊരു കാര്യമുണ്ട്, കുട്ടികളെ ശ്രദ്ധിക്കാന്നുള്ളത്. ഈ കുട്ടി ഇപ്പൊ ഇത് പ്രസവിച്ചിട്ട് 6 ദിവസമായി. ഇതിന് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ അധികം പാലല്ല കൊടുക്കേണ്ടത്, കൃത്യമായിട്ട് അതിന്റെ വിറ്റാമിനും വിറകുളിക്കും ഒക്കെ കൊടുത്ത് ഈ കുട്ടിയെ സംരക്ഷിച്ച് 3 മാസം കഴിയുമ്പോൾ ഒരു വെള്ളം കുടിച്ചു തുടങ്ങും, തീറ്റ എടുത്ത് തുടങ്ങും. പിന്നെ പാല് വേണമെന്നില്ല. ഒരു 6 മാസം 7 മാസം കഴിഞ്ഞാൽ ആർക്കെങ്കിലും വന്നാൽ നമുക്ക് കൊടുത്താൽ എങ്ങനെ പോലെ ഒരു 10 രൂപ പുറത്ത് കിട്ടും. അപ്പൊ അതൊരു കാണാം. അല്ലെങ്കിൽ നമ്മൾ നിർത്തി ഇപ്പൊ പശുക്കുട്ടിയൊക്കെ ഇവിടെ പ്രസവിച്ചിട്ടുണ്ടായി കുട്ടീനെ, അതിപ്പോ ചാനാണ് വെള്ളക്കുട്ടി ഇപ്പൊ ചാനാണ് പ്രഗ്നന്റ് ആണ്. 3 മാസം ആവാറായി. ഇത് ശരിക്കും 2 വയസ്സാവുള്ള കുട്ടിക്ക്, 2 വയസ്സായിട്ടില്ല. അപ്പൊ 1.5 വയസ്സിൽ കുത്തിവെച്ചു. 1.5 വയസ്സിൽ കുത്തിവെച്ചു, കറക്റ്റ് 1.5 വയസ്സിൽ കുത്തിവെച്ചു. ഇപ്പൊ 3 മാസം തന്നെ. ഈ 1.5 വയസ്സിൽ കുത്തിവെച്ചാൽ എന്തോ പാല് കിട്ടില്ല, അല്ലെ ആരോഗ്യക്കുറവായിരിക്കും, അങ്ങനെ വല്ലതും ഉണ്ടോ? അതിൽ പ്രധാന ഘടകം എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ. ഇതെന്താ വെച്ചാൽ പ്രത്യേകിച്ച് അതിൽ വരുന്നത് നമ്മളെ വളർച്ച, കുട്ടിയുടെ വളർച്ചയാണ്. വയസ്സല്ല കറക്റ്റ്, അവരുടെ വളർച്ച, അവരുടെ ഹോർമോണും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. 1.5 വയസ്സിന് മുന്നേ കുത്തിവെക്കാം. വളർച്ചയുള്ള കുട്ടികൾ, വളർച്ച ഇല്ലാത്ത കുട്ടികൾ ഇപ്പൊ ഇതൊക്കെ കണ്ടില്ല, ഇത് 8 മാസം കഴിഞ്ഞ കുട്ടീന് ഇതിനിപ്പോ 1.5 വയസ്സായാലും കുത്തിവെക്കാറാവൂല. അതാ ബ്രീഡിന്റെ ആണ്, അത് കുറച്ചുകൂടി വളരണം. ഹൈബ്രിഡ് കുട്ടികൾ നല്ല വലിയ കുട്ടികളെ ചിപ്പ് ഇതേപോലത്തെ കുട്ടികളെങ്കിൽ 1.5 വയസ്സിന് കറക്റ്റ് ആയിട്ട് നമുക്ക് 1.5 വയസ്സിന് മുന്നേ കുത്തിവെക്കാം. അപ്പൊ ഇക്ക സാധാരണ നമ്മൾ ചെന പശുക്കളെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇക്ക ചെയ്യുന്ന ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സക്സസ്. ഒരു 7 മാസം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഒരുപാടുണ്ട്. അത് ഇപ്പൊ നമ്മളിവിടുന്ന് ഇപ്പൊ ആദ്യം ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഈ ഫിലിപ്പച്ചാന്റെ ഫാം എന്ന് പറഞ്ഞില്ല, ആലപ്പുഴയൊക്കെ ഞാൻ മാതൃകാക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമകളൊക്കെ ഒരു 7 മാസം 6 മാസം ചെനാകുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വിടും, അവിടെ മേപ്പിന് വിടും. അപ്പൊ ആ ഈ മേപ്പിന് കൊണ്ടുപോകണതിന് അവർ ഒരു മാസത്തിന് എത്രയെന്ന് വെച്ചിട്ട് ഒരു നിശ്ചിത തുക വെക്കും. എന്നിട്ട് അവർ 10 മാസം ആവാറാകുമ്പോൾ എരുമണെങ്കിൽ 10 മാസമുള്ള 10 മാസം ആവാറാകുമ്പോൾ ഈ എരുമനെ റിട്ടേൺ ഇട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ പ്രസവിച്ചിട്ട് കൊണ്ടുവരും. അപ്പൊ എന്ന് വെച്ചാൽ എരുമ ഒന്ന് പറമ്പിലൊക്കെ മേഞ്ഞ് നടന്ന് ശരിക്കും നല്ലൊരു ആരോഗ്യത്തിൽ ഫാമിലേക്ക് എത്തും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു സുഖം കിട്ടി. എരുമകൾക്കൊക്കെ നല്ല രീതിയിൽ പുറത്തൊക്കെ പെരുമാറി വരുമ്പോൾ ഒരു ഭംഗിയും വരും, ഉൽപാദനം കൂടുതൽ കിട്ടും. എന്തായാലും ഈ ഫാമിൽ കൊടുക്കുന്ന തീറ്റയൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇവിടെ എന്തൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും പ്രധാനമായിട്ട് സൈഡ് ഇതൊക്കെ സൈഡായിട്ട് വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ധാന്യ മിക്സ് എന്നിട്ടുള്ള സാധനമാണ്. ചില ഫാമുകളുടെ കാര്യങ്ങളിൽ തീറ്റ വലിയൊരു പ്രധാന ഘടകമാണ്. അത് ഫാമിന്റെ വിജയത്തിൽ പ്രധാന ഘടകമാണ് തീറ്റ. പല തീറ്റകളും പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ മറ്റേ കുറഞ്ഞ വിലയുടെ തീറ്റയാണ്, മറ്റേതിന് അതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇറങ്ങാറില്ല. ഞാൻ ആദ്യം ബീർ വെസ്റ്റും കപ്പയൊക്കെ ആയിട്ടുള്ള മിക്സിങ് തീറ്റകൾ കൊടുത്തിരുന്നു. അത് കൊടുത്താൽ ചെറിയ വില വരുന്നുള്ളൂ, 10 രൂപ ഒരു കിലോന് വരുന്നുള്ളൂ. പല കമ്പനികളും പൊള്ളാച്ചിയും ഗോപാലപുരം ആ സൈഡിലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ലതിന്. പക്ഷെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ ഫംഗസ് വരും. ഈ ഫംഗസ് ഇറ്റുകളുടെ ഉള്ളിൽ പോയാലും ചില വലിയൊരു അപകടം പിടിച്ച സൂക്കടുന്നു. കാരണം ഫസ്റ്റിൽ നമ്മൾ ചില പശുക്കൾക്ക് പെട്ടെന്ന് മാറിപ്പോകും, ചില പശുക്കൾക്ക് അത് മാറാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പാലുള്ള പശുവിനോട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം വീട്ടിൽ വയറ് ശരിയല്ലാണ്ട് വന്നാൽ പാല് ടപ്പെന്ന് വെച്ച് കുറയും. അപ്പോൾ അത് അപ്പോൾ ഇത് വില കുറവാണ്, 10 രൂപ ഉള്ളൂ. സംഗതി ചെറിയ ലാഭകരമാണ്. ആ തീറ്റകളൊക്കെ ലാഭകരം തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് അതിലൊരു വിഷയം വരുന്നത്. കാരണം നമ്മൾ കൂടുതൽ തീറ്റമേല അധികം കളിക്കാൻ നിൽക്കില്ല, പെട്ടെന്ന് മാറ്റൂല. ഇവിടെ ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഏറ്റവും ഫസ്റ്റ് കേസിന്റെ തീറ്റകൾ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേസിന്റെ സുപ്രീം എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോ വലിയ പശുവാണെങ്കിൽ ഒരു 3.5-4 കിലോ കേസ് മാത്രം വേണം. ഉൽപ്പാദനശേഷിയുള്ള പശു, പിന്നെ ചെന നിറഞ്ഞ പശുക്കളൊക്കെ ആ പശുക്കൾക്കൊക്കെ ഒരു 3.5-4 കിലോ ഏവറേജ് വേണം. പിന്നെ അതിന്റെ കൂടെ സൈഡായിട്ട് ഏതെങ്കിലും തവിടുകൾ കൊടുക്കും. അത് ഇന്നതിൽ ഏതെങ്കിലുമൊക്കെ ആ നേരത്തെ കിട്ടുന്ന നല്ല തവിട് നോക്കിയിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കും, ആ സൈഡായിട്ട് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് മാറുമ്പോൾ സൂക്ഷിക്കണം. ഇപ്പോൾ അമുല്ല വന്നിട്ടുണ്ട്, ഗോദ്രേജിന്റെ വന്നിട്ടുണ്ട്, അതൊക്കെ നല്ല തീറ്റകളാണ്. ഈ അമൂലും നല്ല തീറ്റയാണ്, നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്നൊന്ന് തീറ്റ ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഒന്ന് മേടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരോട് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഡീലറുകൾ കടകളിൽ ഇത് സാധാരണ ഏത് പലചരക്കട എന്നാലും ചിലപ്പോൾ ഗ്യാസ് കിട്ടിയെന്ന് വരും. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇറക്കി വെക്കുന്നവർക്കായാലും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്ന് ഇറക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ അവിടെ പോയി ഒരു ചാക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാധനമല്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതിന് വരുന്നുണ്ട്. അമുലൊക്കെ നല്ല തീറ്റാണ്, ബെസ്റ്റ് തീറ്റാണ്. അമുല കാൽസ്യം ആയാലും അതൊക്കെ സ്റ്റാൻഡേർഡ് സാധനം തന്നെയാണ്. ആദ്യം മുതൽ ഇതാണ് കൊടുത്തോണ്ടിരുന്നത് നമ്മൾ ക്യാഷ്. അപ്പൊ എത്രത്തോളം തീറ്റച്ചെലവ് വരും? വരണ്ടപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 3-3.5 കിലോ ക്യാഷ്, 1 കിലോ. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള തീറ്റയാണ്. 3.5 കിലോ സുപ്രീം പെല്ലറ്റ് കൊടുക്കും. ഈ സൈഡായിട്ട് ഏതെങ്കിലും ഒരു തവിട് അത് കൊടുക്കും, 1 കിലോ കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുട്ടി വന്നാലും ഒരു 400 രൂപ അതിലൊക്കെ ഒതുക്കി പോകാവുന്നതിനുള്ളൊരു തീറ്റ തന്നെ വരുന്നുള്ളൂ. ഓവറായിട്ടുള്ള തീറ്റ ചിലവ് നമുക്ക് വരുന്നില്ല. അപ്പോൾ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾക്കൊക്കെ അത് കൊടുത്താലും നമുക്ക് എന്തായാലും 100-300 രൂപ 250 രൂപയൊക്കെ ബാക്കി വെക്കാൻ ഒരു പശു നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ പ്രധാനമായിട്ട് ഒരു പശുവിനെ മേടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു പശുവിനെ മേടിച്ചു, ഒരു 8 മാസം അതിനെ കറന്നിട്ട് വിൽക്കുമ്പോൾ നമുക്കത് റിട്ടേൺ എത്ര കിട്ടുന്നുള്ളത്, അത് അവിടെ ഒരു കാര്യം കിടക്കുന്നത്. റിട്ടേൺ എത്ര കിട്ടുന്നുള്ളത് അതിപ്പോൾ നമ്മൾ ആ പശു രണ്ടാമത് ബ്രീഡ് മറ്റേ കുത്തി വെച്ച് ചെന പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിനെന്ത് ചെയ്യുക, കൊടുക്കുക, കൈ ഒഴിക്കുക. ആ കൈ ഒഴിക്കുമ്പോഴും നമ്മൾ കൊടുത്തതിൻ്റെ ഒരു 75% പൈസ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള പശുക്കളെ നമ്മൾ മേടിക്കണം. അവിടെയാണ് നമ്മളെ സക്സസ്ഫുൾ ആവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത്
പോകുന്ന ഇവിടുത്തെ തൊഴുത്താണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ തൊഴുത്ത് പണിതിട്ട് എത്ര നാളായി? ഇത് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് തൊഴുത്ത് പണിതിട്ട്. ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്ന് പറയാമോ? സ്ട്രക്ചർ എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നമുക്ക് ഒരു തൊഴുത്ത് ഷെഡ് ഉണ്ടാക്കാൻ ഞാനിപ്പോ പൂർണ്ണ തൃപ്തിനൊന്നല്ല ഈ ഷെഡിനോട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ പശുവിന്റെ ഷെഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എയർ പാസിങ് കിട്ടണം. എയർ പാസിങ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. ചൂട് കുറയണം. ഈ രണ്ട് സംഭവം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ അതിന്റെ പാലുൽപാദനത്തിനും പശുക്കളുടെ ആരോഗ്യത്തിനും തീർച്ചയായിട്ടും അത് ബാധിക്കും. ശരിയായ രീതിയിൽ തീറ്റ കൂടി എടുക്കില്ല. കാരണം കൂടുതൽ കിതപ്പ് ഇതൊക്കെ വന്നിട്ട് ശരിയായ രീതിയിൽ തീറ്റ കൂടി എടുക്കില്ല. അസുഖങ്ങൾ കൂടുതൽ വരും. എപ്പോഴും എയർ പാസിംഗ് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള തൊഴുത്താണ് സക്സസ് ആവുക. അതായത് നമ്മളിപ്പോൾ വലിയൊരു ഡ്രസ് വർക്ക് ചെയ്ത് അതിന് സീലിംഗ് അടിച്ച് അതിൽ ഫാൻ വെച്ച് അതല്ല കാര്യം. ഇവർക്ക് സുഖമായിട്ട് ചൂട് കൂടാണ്ട് ചൂടധികം ഇല്ലാതെ അധികം തണുപ്പേൽക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുതിയ ഫാം തുടങ്ങിയാലും അതല്ലെങ്കിൽ പുതിയൊരു ഷെഡ് നമ്മൾ ഉണ്ടാക്കിയാലും വല്ലാതെ ഒരു ഹൈടെക് തലത്തിൽ ഉണ്ടാക്കാതിരിക്കുക നല്ലത്. നോർമലി ഒരു ഷെഡ് ഉണ്ടാക്കുക, അത് നല്ല വീതി വിസ്താരം ഉണ്ടാവുക, അത് കുറച്ച് എന്താ പറയാ നമുക്ക് പെരുമാറാൻ സൗകര്യങ്ങൾ ഉണ്ടാവുക, കാറ്റും വെളിച്ചം കിട്ടുക. അപ്പൊ തന്നെ നമുക്ക് ഇതായി. ഇവിടെ എന്നെ സംബന്ധിച്ച് അല്ല, ഇവിടെ ഇപ്പൊ ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൽ 2 ഭാഗം തിരിച്ചേക്കുന്നതാണ് നമ്മൾ തിരിച്ചേക്കുന്നതാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഓട്ടോമാറ്റിക് വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ട്. പരസ്പരം പശുക്കൾ അങ്ങോട്ട് കയറി ചവിട്ടില്ല. എന്നാൽ അതിന്റെ ന്യൂനതകൾ കുറണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ചവിട്ടികളെ കഴുകാനായിട്ട് നമുക്ക് സ്പേസ് ഇല്ല. നമുക്ക് അതിന്റെ ഇടയിൽ കയറി നിന്നിട്ട് തേച്ച് കഴുകാനുള്ള സ്പേസ് കുറവാണ്. ഇത് കണ്ടില്ല, വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഇത് എപ്പോഴും പ്രശ്നമായിട്ട് നിൽക്കും. പശുക്കളെ ഇറക്കുമ്പോൾ കാല് വഴുക്കും. അതേസമയം നമ്മൾ സിമ്പിൾ ആയിട്ട് തൊഴുത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. വെള്ളം പോകുന്നത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആക്കിയിടരുത്. അതിനൊരു സംവിധാനം ഉണ്ടാകും. ഇപ്പൊ നമ്മളതിൽ ഇതിപ്പോൾ ആദ്യം ഇത് ചെയ്ത കാരണം ഇതിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണത്. നമ്മൾ ഇനിയൊരു തൊഴുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിലൊക്കെ ചെയ്തേക്കുന്നത് നല്ല രീതിയിലാണ്. കാരണം ഒരു നിലക്കും പശുക്കളെ മേല് വെള്ളം ഈ ഇതേപോലെ ചാലിക്ക് കാല് പോവാത്ത നിലക്ക് ഇതൊക്കെ കാല് വഴുക്കി കഴിഞ്ഞാൽ പ്രശ്നമാക്കും. അത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോസിറ്റീവായിട്ട് ഇതാണ് പരസ്പരം പശുക്കൾ അങ്ങോട്ട് കയറി ചവിട്ടില്ല. സാധാരണ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പശുക്കൾ അങ്ങോട്ട് ചില പശുക്കൾ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇപ്പുറത്തെ പശുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറി ചവിട്ടാൻ സാധ്യത കൂടുതലാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നിന്ന് ചെയ്യാം. കാരണം ഈ 2 സൈഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ മേലേക്ക് വരില്ല. ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതൊരു ഗുണമാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല. നോർമലി ഇത്രയൊക്കെ തന്നെ ഉള്ളതായിരുന്നു. പിന്നെ ഇപ്പൊ ഷീറ്റല്ലേ, അത് ചൂട് കൂടുതലാണ്. ഇവിടെ ചൂട് കൂടുതലാണ്. ഇവിടെ ഇപ്പൊ എക്സോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും പോരാ ഫാൻ ഉണ്ട്, എന്നാലും പോരാ. ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെ മറ്റേ മിസ്റ്റ് വെച്ചായിരുന്നു, വെള്ളത്തിന്റെ സ്പ്രേയർ. അത് നല്ല രീതിയിലല്ല വെച്ചേക്കണ്. അപ്പൊ ഞങ്ങളത് നല്ല രീതിയിൽ വെക്കുന്നുണ്ട്. പൈപ്പ് കൊടുത്ത് മോട്ടർ വെച്ചൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഏറ്റവും നല്ലതാണ്. കാരണം നമ്മളൊരു 12 മണി നേരത്തെ ഓണാക്കിയിട്ട് ഒരു 2-3 മണി വരെ അത് ഓണാക്കിയിട്ട് പശുക്കൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. അധികം വെള്ളം വീഴുകയില്ല. സ്പ്രേ വളരെ നല്ല നേരത്തെ രീതിയിലാണ് ആ വെള്ളം വീഴുള്ളൂ. അപ്പൊ അത് ഏറ്റവും നല്ല കാര്യമാണ്. ചൂട് കാലത്ത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം. പശുക്കൾ അണക്കില്ല. പശുക്കൾ കൂടുതൽ അണച്ചു കഴിഞ്ഞാൽ തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട് വരും. പാലിലെ കൊഴുപ്പ് കുറയും. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പാല് പശുക്കൾ കൂടുതൽ അണച്ച് അവറ്റുകളെ ശരീരത്തിലുള്ളതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. കവർ ചെയ്യാൻ നമ്മളിപ്പോ സ്പ്രിംഗ്ലർ തന്നെ ഉപയോഗിക്കും. നല്ല ചൂടുള്ള സമയത്ത് ഫുൾ ആയിട്ട് ഓണാക്കിട്ട് കൊടുക്കും. അപ്പൊ അപ്പുറം വേറൊരു തൊഴുത്തുണ്ട്, അവിടെ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ടല്ലേ? ഗ്രീൻ നെറ്റ് അത് പറയാൻ വന്നു. ഗ്രീൻ നെറ്റ് ഇപ്പൊ ഇതിന്റെ അടിയിൽ ഒരു ഗ്രീൻ നെറ്റ് അടിച്ചു കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷീറ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ചൂട് കുട്ടികളെ മേൽക്ക് വരില്ല. അത് ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എന്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഷെഡിൽ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് നോക്കുക, അതിന്റെ ഉള്ളിൽ കയറി നിൽക്കുക. കാരണം ഷീറ്റിന്റെ ആ ചൂട് താഴേക്ക് വരുന്നില്ല. ഒരു പരിധി വരെ അത് പ്രതിരോധിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. ആ ഗ്രീൻ നെറ്റ് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് ഒരു പരിധി വരെ കുറഞ്ഞ് കാണുന്നുണ്ട്. അത് നല്ല ഒരു സിസ്റ്റമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇക്ക പറഞ്ഞതനുസരിച്ച് വ്യക്തമായ പ്ലാനിങ്ങിലൂടെ ഈ തൊഴുത്തും കാര്യങ്ങളും പണിയണം. അതെ, തീർച്ചയായിട്ടും. ഒരു പുതിയ ഫാം തുടങ്ങുന്ന ആള്, എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ പുതിയ ഫാം തുടങ്ങാൻ വരുന്ന ആള് ഏറ്റവും അധികം പൈസ ചെലവ് ചെയ്ത് തൊഴുത്തുണ്ടാക്കണം, അത് കാണാൻ ഭംഗി ഉണ്ടാവണം. അതല്ല നമ്മൾ അതിന് കൊടുക്കേണ്ടത്. ഇവർക്ക് പശുക്കൾക്ക് നിൽക്കാൻ ഏറ്റവും സുഖപ്രദമായിട്ട് ഏതാണോ കാറ്റും വെളിച്ചവും കിട്ടി അധികം ചൂട് കിട്ടാതെ നിൽക്കാവുന്ന ഒരു സംവിധാനം ഒരുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ കുറേ കമ്പിയും പൈപ്പ് ഇട്ട് വെറുതെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും വേണ്ടത് നമ്മൾക്ക് കഴുകാനുള്ള സൗകര്യങ്ങൾ. അതായത് ഒരു പണിക്കാരനായാലും അവർക്ക് ഇടയിൽ നിന്ന് കഴുകാൻ പറ്റണം, വൃത്തിയായിട്ട് കഴുകണം. പശുക്കളെ 2 നേരം കഴുകിയാൽ തന്നെ വൃത്തി ഉണ്ടാവുള്ളൂ. ആ കഴുകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ അവൻ അതിനടുത്ത് നിന്നിട്ട് തേച്ച് കഴുകാനുള്ള സൗകര്യം ഉണ്ടാവണം. അതിനുള്ള സൗകര്യങ്ങൾ കാണണം, സ്പേസ് ഉണ്ടാവണം. അതേപോലെ പുറകിലേക്ക് സ്പേസ് ഉണ്ടാവണം. അപ്പോഴേ വൃത്തിയായിട്ട് എടുക്കുള്ളൂ. കാരണം നമ്മളിവിടെ ഇരുന്ന ചാണം വടിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും തൊഴുത്തിലേക്ക് ആവാത്ത രീതിയിൽ വടിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തൊഴുത്ത് പണിയണമെങ്കിൽ ഇതുപോലെ പണിതാൽ മതി അല്ലേക്കാ? തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ളൂ. ശരിക്കും ഇതാണ് ആവശ്യം. ഇതിലുള്ള ഒരു കുറവ് വെച്ചാൽ ഓട്ടോമാറ്റിക് കുടിക്കാനുള്ള വെള്ളത്തിനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടില്ല.
അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഒരു പൈപ്പും സാധനം ഓട്ടോമാറ്റിക് സംവിധാനം മേടിച്ചാൽ നമുക്ക് സ്വന്തം ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതേ രീതിയിൽ തൊഴുത്തുണ്ടാക്കിയാൽ എല്ലാം കൊണ്ടും നമുക്ക് സുഖമാണ്. അല്ലാണ്ട് നമ്മൾ വലിയൊരു ഹൈടെക് തലത്തിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. പിന്നെ അത്രയും നമ്മൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള തൊഴുത്ത് ചെയ്താൽ ഏറ്റവും സൗകര്യമാണ്. ചൂട് കുറയും. ഇപ്പം ഈ ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട്, എയർ പാസിംഗ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാം, അവിടുത്തെ പശുക്കൾ ഇപ്പൊ വേണ്ട, പശു ആയകോരി നിൽക്കുന്നുണ്ട്. ഈ നേരത്തെ പശുക്കൾ ആയകോരൽ വളരെ കുറവാണ് ചൂടെടുത്തിട്ട്, ചൂടുള്ള സമയത്ത്. ഇപ്പൊ പശുക്കള് അതേ സമയത്ത് അവിടെ ഒട്ടുള്ള ആയകോരില്ല, കാരണം ചൂടായി നല്ല ടെമ്പറേച്ചറായി. ഇത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതേ സംവിധാനം. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം രൂപ സൂപ്പറായിട്ട് ചെയ്യാം. ഇത് നമ്മൾ പോയിട്ട് കമ്പനി പോയി പുതിയത് മേടിക്കുന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് ഉറപ്പുള്ള സാധനം പട്ടാളത്തിൽ നിന്ന് കിട്ടിയാലും മേടിച്ചു വെക്കാം. ചെലവ് കുറക്കാനായിട്ടില്ല. ഇതൊക്കെ പട്ടാളത്തിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ്. ഈ പൈപ്പുകളൊക്കെ പട്ടാളത്തിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. പൊളിച്ച തൊഴുത്ത് ഷെഡൊക്കെ മേടിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ. പട്ടാളം എന്ന് പറയുന്നത് കച്ചറ സ്ക്രാപ്പ് സാധനങ്ങൾ വെക്കൂലേ, അവിടെ പൈപ്പ്. മിലിറ്ററി അല്ല. ഇതിലൂടെ പശുക്കൾ, വലിയ പശുക്കൾ വെച്ചാൽ 8 എണ്ണം നിർത്താം. 8 എണ്ണം നിർത്താം സുഖമായിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇതിലിപ്പോ 1 2 3 4 നിൽക്കുന്നുണ്ട്. ഈ 4 5 വേണമെങ്കിൽ നമുക്ക് നിർത്താം. അപ്പൊ കൂട്ടത്തില് താറാവുകളെ വളർത്തുന്നുണ്ട്. എത്ര താറാവ് ഒരു 10 100 ചിലാനുണ്ട്. ആ സൈഡായിട്ട് നമ്മൾക്ക് ഈ പശുവിന്റെ തീറ്റയുടെ വേസ്റ്റും ഇതേപോലെ വേണ്ടില്ല, വൈക്കോലിന്റെ വേസ്റ്റും തീറ്റ കൊടുക്കണം. മറ്റേ ലെയർ മഷ മറ്റുള്ളൊക്കെ മേടിച്ചു കൊടുക്കാൻ, എന്നാലും ഒരു മുട്ട ഇടുള്ളൂ. അതും ഒരു സൈഡായിട്ടൊരു വരുമാനമാണ്. ദിവസം ഒരു 50 മുട്ട കിട്ടിയാൽ അതന്നെ 500 600 രൂപ. ഫാം തുടങ്ങുമ്പോൾ സൈഡ് ഇൻകം നല്ലതാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ നല്ലതാണ്. അതിനൊരു അഡീഷണൽ ചെലവ് നമുക്ക് വേറെ വരുന്നില്ല. അത് ഇതിന്നുള്ള കാര്യങ്ങളിൽ കൂടി ഒക്കെ പൊക്കോളൂ. പിന്നെ കോഴിയുണ്ടല്ലേ? ആ കോഴിയുണ്ട്. കോഴി കുറച്ചുള്ളൂ നമ്മളടുത്ത്. കോഴി കുറച്ചുള്ളൂ. കോഴി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീരിയുടെ ശല്യം കൂടുതലാണ്. അത്യാവശ്യം എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇക്ക പശുക്കളെ കൊടുക്കാറുണ്ടോ? പശുക്കള് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10-35 വർഷക്കാലത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പശുക്കളെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പശുക്കളെ കൊണ്ട് കൊടുത്തിരുന്നു. അത് അവർ നമ്മളെ ഫോൺ ചെയ്ത് പറയും, എനിക്ക് 2 പശു വേണം 3 പശു വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കയറ്റി കൊടുത്തേക്കും. ഈ കാലയളവ് വരെ ഇപ്പോൾ ആലപ്പുഴ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വഴിശ്ശേരി മുക്ക്, അതുപോലെ തന്നെ കളർകോട് ജംഗ്ഷൻ, കൈതവന, നൂറനാട്, ആയംകുളം, ഈ സൈഡിലെ ഏത് ഫാമുകാരോട് ചോദിച്ചാലും നമ്മളെ കുറിച്ച് അറിയും. ഇവരാരും നമ്മുടെ അടുത്ത് വന്നിട്ട് പശു കണ്ടിട്ട് വില പറഞ്ഞു മേടിച്ചോണ ശീലമല്ല. നമ്മളെ വിളിച്ച് പറയും, 2 പശു വേണം, എത്ര ലിറ്റർ പാലുള്ളത്, കയറ്റി കൊണ്ടു ചെല്ലും. ഇപ്പോൾ നമ്മൾ പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ചേർത്തലയിൽ, ദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, മാലിക്കൽ ദാസൻ എന്ന് പറയും, അദ്ദേഹത്തിനും ഫാമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ അവിടേക്ക് പശു കൊണ്ടുവരുന്നു. ഈ കാലയളവ് 35 കൊല്ലമായി അത് ആ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്തത്, ആലപ്പുഴയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഇപ്പൊ DSP ആയിട്ട് ആള് റിട്ടയർ ആയി, ലാൽ ബാബു സാർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ആലപ്പുഴയിൽ തുടക്കം അദ്ദേഹമായിട്ടുണ്ട്. ആ ബന്ധം തുടങ്ങി പിന്നെ ഒരുപാട് ആൾക്കാരായി അദ്ദേഹത്തിന്റെ വഴിക്കും മറ്റുള്ള നിലക്കൊക്കെ. ഫിലിപ്പച്ചായൻ, രവീന്ദ്ര ഡയറി ഫാം, കലവൂര്, ഈ സൈഡിലൊക്കെ നമ്മള് പശുക്കളെ എത്തിച്ചു കൊടുത്തിരുന്നു. അതെ. പിന്നെ ഇന്ന് വരെ, ഈ ദിവസം വരെ ഒരു പശുക്കൾ കൊടുത്തിട്ട് പാലില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടാ ഒരു വർത്തമാനത്തിലല്ല, ഇന്നും അവരൊക്കെ ആയിട്ട് നല്ല ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 ദിവസം മുന്നേ മിൽമയുടെ പ്രസിഡന്റ് വന്നിട്ട് ഇവിടുന്ന് 2 പശു കൊണ്ടുപോയി. ഞാൻ രാത്രി അത് അവിടെ കയറ്റി കൊടുത്തേച്ച് 1.5 ലക്ഷം രൂപയ്ക്ക് 2 പശുവിനെ കൊണ്ടുപോയി. ഒരെണ്ണം 13 ലിറ്റർ പാലുണ്ട്, ഒരെണ്ണം പ്രസവിക്കാറായ പശു, ചേർത്തലയിലുള്ളവരാണ് അവര്. അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് വരുമാനം കണ്ടെത്തണം. വരുമാനം കണ്ടെത്താൻ ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേര് ഒക്കെ ഈ ഫാമിലേക്ക് വരുന്നുണ്ട്, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർക്ക് ഒരു മടിയില്ല ചെയ്യാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ മകന് 10-26 വയസ്സായി, അവനും ഇത് താല്പര്യമായിട്ട് നടക്കും. മോന്റെ പേര് ഹാഷിം എന്നാണ്. അവനും എന്റെ അനിയന്റെ മകനും, അവർക്കൊക്കെ ഇതിന് താല്പര്യം. ഗൾഫിലൊന്നും പോകാൻ താല്പര്യമില്ല. അവർ ഇത് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പറയുന്നത്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരിപ്പോ പാല് പാക്കറ്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോകുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള, കുറച്ചുകൂടി എന്താ പറയുക, ഹൈടെക് തലത്തിലുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ കംപ്ലീറ്റ് ബാങ്കായിട്ടുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യുമ്പോൾ അതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഇക്കനെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ നിങ്ങൾ ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന തൃശ്ശൂരിലുള്ള അഷ്റഫിക്കയുടെ പശുഫാമിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ നിങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.